ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിൽ ജയിൽ അധികൃതരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് എഴുതി വാങ്ങും. സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതേസമയം ജയിലിലെ ശോചനീയാവസ്ഥ ഗുരുതരമെന്ന് കമ്മീഷന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. അന്വേഷണ കമ്മീഷനും ജയിൽ അധികൃതരും രാവിലെ മുതൽ തുടങ്ങിയ കൂടിക്കാഴ്ച തുടരുകയാണ്. ഉത്തരമേഖല ജയിൽ DIG, ജയിൽ സൂപ്രണ്ട് എന്നിവരുടെ പക്കൽ നിന്നും അന്വേഷണ കമ്മീഷൻ വിവരങ്ങൾ ചോദിച്ചറിയും. ജയിലിലെ മിക്കയിടങ്ങളും ശോചനീയാവസ്ഥയിലാണെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. ലോക്കപ്പിലെ കട്ടിയേറെ കമ്പി ആക്സൽ ബ്ലേഡ് വെച്ച് മുറിക്കാൻ കഴിയില്ലെന്നും മറ്റെന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കമ്പി, ഒരു ജനലിൻ്റെ വലിയ ഖനമുള്ള 4 കമ്പി, അത് വളരെ അത്ഭുതകരമായിട്ടുണ്ട്. അതെങ്ങനെ അത് മുറിച്ചു മാറ്റി, എത്ര ദിവസത്തെ പണി കൊണ്ടാണ് അത് മുറിക്കാൻ ഒത്തത്, എന്തൊരു ടൂളാണ് ഇത് ഉപയോഗിച്ച്, എന്തൊരു ആയുധമാണ് അതിലേക്ക് കിട്ടിയത്, അതൊക്കെ ഒരു വലിയൊരു ഗൗരവമായ ഒരു സാങ്കേതിക അന്വേഷണം വരെ നടത്തേണ്ടതാണ്. കാര്യം വെച്ചാൽ ചെറിയ കമ്പിയല്ല, അത് വലിയ കമ്പിയാണ്. ആ കമ്പി മുറിക്കണമെങ്കിൽ സാധാരണ കൈകൊണ്ട് അറുത്ത് മുറിക്കണമെങ്കിൽ ഒരു ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ ഒരു മാസം പണിതാൽ മുറിയാൻ മുക്കുകയില്ല. കാര്യം വെച്ചാൽ 8 കമ്പി, 4 കമ്പിയുടെ 2 അറ്റം ആകുമ്പോൾ 8 കമ്പി മുറിച്ചിട്ടുണ്ട്. അങ്ങനെ മുറിച്ച് മാറ്റിയാണ് അതിൽ കടന്നു കളഞ്ഞത്. അപ്പോൾ അത് വളരെ ഒരു അത്ഭുതകരമായ ഒരു എസ്കേപ്പാണ്. ഒരു ജയിൽ ചാട്ടമല്ല, ഒരു ജയിൽ സെൽ ചാട്ടമാണ്. ജയിൽ ചാടിയതിനു ശേഷവും 3 മണിക്കൂറിലേറെ ചാർലി തോമസ് ജയിൽ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ജയിൽ അധികൃതർക്ക് വീഴ്ച വന്നതായി നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ജയിൽ അധികൃതരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അന്വേഷണ കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടേക്കും. ജനം, കണ്ണൂർ.